നമസ്കാരം. ലോകമെമ്പാടും ഇടതുപക്ഷം എന്നുള്ളത് കമ്മ്യൂണിസമായി മാറിക്കൊണ്ടിരിക്കുകയും ഭാഷയിലോ ജാതിയിലോ മതത്തിലോ സാംസ്കാരിക ഭാഗത്തിലോ വിശ്വസിക്കുന്ന വലതുപക്ഷം ലോകമെമ്പാടും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അത്തരമൊരു സാഹചര്യം ലോകത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ കാണുന്നു. കമ്മ്യൂണിസം എന്ന വലിയ തിന്മ ഇടതുപക്ഷം എന്ന രേഖയിൽ നമ്മുടെ ചുറ്റും വിലസുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ലാറ്റിൻ അമേരിക്കയിൽ, റഷ്യയിൽ, ചൈനയിൽ, കണ്ണൂരിൽ ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ കാണും. അവിടെയാണ് വലതുപക്ഷത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർബന്ധിതരാക്കപ്പെടുന്ന വലിയ ജനാധിപത്യ മൂല്യങ്ങളുള്ള പുരോഗമന കാഴ്ചപ്പാടുള്ള സമൂഹങ്ങളിൽ ജനാധിപത്യവാദികളായ ആളുകൾ ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വലിയ പ്രചാരകനായി അധപ്പതിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അസഹനീയമായ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു. പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി അറിയാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ള വളരെ പരിതാപകരമായ യാഥാർത്ഥ്യം കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇതിലൂടെ തുറന്നു കാട്ടുന്നത്. ഏത് വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തത്. സംഘടിതമായ വോട്ട് ശക്തി എന്നത് മുസ്ലിം ജനവിഭാഗങ്ങളോ ദളിത് വിഭാഗങ്ങളോ മാത്രമാണ് എന്നുള്ള ഇന്ത്യൻ ധാരണ, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന ലേബലിൽ വിലസുന്ന കമ്മ്യൂണിസ്റ്റ് ധാരണയോട് ചേർന്ന് പോവുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇതിനെയാണ് ലോകത്ത് വലതുപക്ഷം ഉപയോഗിച്ച് പുരോഗമന സമൂഹങ്ങൾ പ്രതിരോധിക്കുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു ഘട്ടത്തിൽ കാശ്മീരിലെ 370-നോടുള്ള പ്രതിഷേധമായി, എഞ്ചിനീയർ റഷീദിനോടുള്ള പിന്തുണയായി, ഒമർ അബ്ദുള്ളയുടെ അഫ്സൽ ഗുരുവിൻ്റെ തൂക്കുമരണത്തെക്കുറിച്ചുള്ള പരാമർശമായി രാഹുൽ ഗാന്ധിയുടെ സഖ്യവും നമ്മുടെ മുന്നിൽ നിറയുകയാണ്. അവിടെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഒരു പറ്റം ആളുകൾ നമ്മുടെ മുന്നിൽ വരുന്നത്. ട്രംപായി, മോഡിയായി. മോഡിയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന തൊട്ട് മുമ്പ് നമ്മളൊരു തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ വന്നതിന് ശേഷമോ ഉള്ളൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. 400-500 എന്നെല്ലാം ആത്മവിശ്വാസം എന്നെല്ലാം വീരവാദം മുഴക്കുമ്പോഴും തനിക്ക് ലഭിക്കാവുന്ന സീറ്റുകളെക്കുറിച്ച് ഏകദേശ ധാരണ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും ആഗോള നയതന്ത്ര മേഖലയിൽ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഭൂപ്രകൃതി എന്ന നിലയിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്ത ഒരു വ്യക്തിയായി നരേന്ദ്രമോദി എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ ആ വീഡിയോ നിർത്തി. കന്യാകുമാരിയിലെ ജ്ഞാനവും ഗാന്ധി സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുമെല്ലാം തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും വലിയ നിരന്തരമായി അവലോകനം നടത്തുന്ന വ്യക്തിയായിട്ട് നമുക്ക് മോഡിയെ മനസ്സിലാക്കാൻ കഴിയും. ആ മോഡിയെ തന്നെയാണ് നമ്മളിവിടെ ഇപ്പോഴും കാണുന്നത്. നയതന്ത്ര മേഖലയിൽ ഇടപെടലാവാം, അത് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മാലദ്വീപിനുള്ള ക്ഷണമാവാം, യുക്രൈനിലും റഷ്യയിലുമുള്ള സന്ദർശനമാവാം. അന്താരാഷ്ട്ര തലത്തിൽ തൻ്റെ രാജ്യത്തിൻ്റെ പ്രാധാന്യം അറിയുന്നൊരു വ്യക്തി എന്ന നിലയിലുള്ള നരേന്ദ്രമോദിയുടെ വളർച്ച വളരെ സസൂക്ഷ്മം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. നമ്മൾ റഷ്യയിലെ സൗദി അറേബ്യയിലെ MBSമായി നമ്മളത് ചർച്ച ചെയ്തു.
ജനാധിപത്യത്തോടും മതേതരത്വത്തോടും ഒരു രീതിയിലുള്ള പ്രതിപത്തിയുമില്ലാത്ത രണ്ടാളുകൾ അവരെങ്ങനെ ലോകത്തിന് മുന്നിൽ മുഖം മിനുക്കുന്നുവെന്നും സോഫ്റ്റ് പവറിൻ്റെ വക്താവായി വലിയ രീതിയിൽ നരേന്ദ്രമോദി എങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ട്രംപിലേക്ക് എത്തുന്നത്. കമലാ ഹാരിസിൻ്റെ നയങ്ങൾ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, ഇതെല്ലാം തെളിയിക്കുന്നത് ട്രംപിനെ പോലെ ഒരാൾ തിരിച്ചു വരേണ്ടതിനെക്കുറിച്ച് ലോകം ചിന്തിക്കുന്നു. അതിൽ വലിയ അപകടങ്ങളൊന്നും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് എന്ന ഒരു നിരീക്ഷണത്തിൽ ലോകം എത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം ട്രംപിൻ്റെ നയങ്ങൾ ജനാധിപത്യ വിരുദ്ധമെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് രാഹുൽ ഗാന്ധി തിരിച്ചറിവുകളില്ലാത്തൊരു വ്യക്തിയായി മാറുന്നത്. കുടിയേറ്റം എന്നത് സാംസ്കാരികതയുടെയും തൊഴിലവസരങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയുടെയും എല്ലാം വിഷയമായി ഒരേ സമയം ലോകത്തെല്ലാം മാറുന്ന ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മാറിയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ എന്ന വൈവിധ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ താൻ ശ്രമിക്കണമെന്നുള്ളൊരു അവലോകനം രാഹുൽ ഗാന്ധി നടത്തുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനാവുന്നതും നരേന്ദ്രമോദിയും ട്രംപിനെയും പോലെയുള്ള വലതുപക്ഷവാദികളായിട്ടുള്ള ആളുകൾ എങ്ങനെ ജനാധിപത്യവാദികളായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട കങ്കണയുടെയും ബ്രിജ്ഭൂഷൻ്റെയും പ്രസ്താവനയോടുള്ള BJPയുടെ പ്രതികരണം തന്നെ തെളിയിക്കുന്നത് തങ്ങളുടെ വോട്ട് ബാങ്കിനെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കിയെന്നുള്ളതാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഏതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു ഘടകകക്ഷിയുടെ എല്ലാ സമ്മർദ്ദങ്ങളും പേറുമ്പോഴും എങ്ങനെയത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഏത് വിഷയമാണ് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യമുള്ളൊരു വ്യക്തിയായിട്ട് ട്രംപും നരേന്ദ്രമോദിയും എല്ലാം മാറുമെന്ന് നമ്മൾ കാണും. ഇത് ലോകമെമ്പാടും സംഭവിക്കുന്നു. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്കത് കാണാൻ കഴിയും. മുമ്പൊരു വീട് നമ്മൾ പറഞ്ഞ പോലെ ജാതി സെൻസസ് വരണ്ടാന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് സെൻസസുമായി ബന്ധപ്പെട്ട BJPയുടെയും കോൺഗ്രസിൻ്റെയും പുതിയ നിലപാട്. അവിടെ നിന്നുമാണ് നമ്മൾ രാഹുൽ ഗാന്ധി പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കപ്പെട്ട ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ മുഖ്യ പ്രചാരകനായി മാറിയ അല്ലെങ്കിൽ പീഡനത്തിൻ്റെ പുതിയ അപ്പോസ്റ്റലായി മാറിയ വേദനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണും. രാജ്യത്തിന് പുറത്തു വെച്ച് നടത്തുന്ന പരാമർശങ്ങൾ BJP വിവാദമാക്കിയാലും BJP വിവാദമാക്കിയില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിന് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രകൃതി എന്ന് പറയാവുന്ന ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും നേപ്പാളും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അണക്കെട്ടുകളും പുഴയും കടലും എല്ലാം ചേരുന്ന മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, അണക്കെട്ടുകളുടെ പേരിൽ, അങ്ങനെ എന്തിൻ്റെ പേരിൽ വേണമെങ്കിലും പരസ്പരം യുദ്ധത്തിലേക്ക് വഴുതി വീഴാവുന്ന വളരെ നേർത്ത അതിർത്തികളുള്ള ഒരു ഭൂമിശാസ്ത്രത്തിൽ, ഇന്ത്യയും നേപ്പാളും എല്ലാം ഉൾപ്പെടുന്ന ഭൂമിശാസ്ത്രത്തിൽ എന്താണ് ലോകത്തോട് താൻ സംസാരിക്കേണ്ടതെന്ന് വ്യക്തമായ ബോധ്യമില്ലാത്ത രാഹുൽ ഗാന്ധി വർഷങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം എന്ന ഒരു വലിയ ശക്തിയെ തിരിച്ചു കിട്ടിയ ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്.
അവിടെയാണ് നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് കടന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പുലർത്തുന്നതിൻ്റെ നേരെ അതിനോട് തീർത്തും യോജിക്കാവുന്ന എന്നാൽ കുറേക്കൂടി വ്യത്യസ്തമായ ശൈലി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം നമ്മളിവിടെ കാണുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശും പാകിസ്ഥാനും എല്ലാം ചേരുന്ന ഒരു അതിർത്തി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയൊരു പദ്ധതിയിലേക്ക് നമ്മുടെ കണ്ണുകൾ പായും. പലതുകൊണ്ടും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത വലിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ വൃന്ദം RSSകാരായി മുദ്രകുത്തപ്പെടുകയോ RSSകാരായി മാറുകയോ ചെയ്ത ഒരു സാഹചര്യം കേരളത്തിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രത്യക്ഷമായി സാംസ്കാരിക, സാമൂഹിക, ശാസ്ത്ര, ഭരണ മേഖലകളിലെല്ലാം പ്രത്യക്ഷമായി തന്നെ വലതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അത് BJP ആണ്. ആളുകൾ ലോകമെമ്പാടും ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നത്. സാംസ്കാരിക മേഖലയിൽ ഇടതുപക്ഷ ചായ്വുള്ളവർ 5 പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ ആളുകളും ശാസ്ത്ര, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ ഉന്നതമായ ചിന്തകൾ പുലർത്തിയുന്ന ഒരുവിധം എല്ലാ ആളുകളും ഏറ്റവും ചുരുങ്ങിയത് 5 പതിറ്റാണ്ട് മുമ്പ് വരെയെങ്കിലും ഇടതുപക്ഷ ചായ്വുള്ളവരായിരുന്നു. ആ ഇടതുപക്ഷ ചായ്വുള്ളവരിൽ ഏറ്റവും ചുരുങ്ങിയത് 50% പേരും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ സംസ്ഥാന തലത്തിലും കോൺഗ്രസിനോടോ ഗാന്ധിയൻ നെഹ്റുവിൻ ആശയങ്ങളോടോ താല്പര്യമുള്ളവരായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഒരു 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 ഘട്ടം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായും കമ്മ്യൂണിസത്തോടുള്ള വിധേയത്വത്തിൽ കറങ്ങിത്തിരിഞ്ഞൊരു സാംസ്കാരിക ഭൂപടമായിരുന്നു കേരളത്തിൽ. സാഹിത്യ അക്കാദമി ആവാം, കേരള പോലീസാവാം, വലിയ രീതിയിൽ ഇടതുപക്ഷം എന്നത് കമ്മ്യൂണിസമാവുകയും ആ കമ്മ്യൂണിസത്തിലൂടെ ആജ്ഞാനവർത്തികളായ ഒരു പറ്റ ആളുകൾ കടന്നു വരികയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ആരംഭം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി സംഭവിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്യുന്ന പോലെ സെപ്റ്റംബർ 11 ആക്രമണവും അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കപ്പെട്ടതും ഇസ്ലാമിക തീവ്രവാദത്തെ ഭൂമിശാസ്ത്രപരമായി അവർക്ക് ഇടങ്ങളില്ലാത്ത വിധം ലോകമെമ്പാടും ആക്രമിക്കുന്നതും അതിനുശേഷം സംഭവിച്ച 2010 ശേഷം സംഭവിച്ച യൂറോപ്പിലേക്കുള്ള കുടിയേറ്റവും ആ കുടിയേറ്റം യൂറോപ്പിൽ സൃഷ്ടിച്ച വലതുപക്ഷവൽക്കരണമില്ല നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മളിവിടെയും കടന്നത്. അത്തരം RSS പ്രത്യക്ഷമായ RSS ചായ്വുള്ള TP സെൻകുമാറിനെ പോലെയൊരു ആദർശ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ സംശുദ്ധമായൊരു പ്രവർത്തന മേഖല സംശുദ്ധമായൊരു ഇന്നലെ പറയാനുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല ഇപ്പോൾ ഈ നിമിഷം കേരളത്തിൽ വിവാദത്തിൽ പെട്ടത് എങ്കിൽ പോലും അതിനെ മറയാക്കിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം തങ്ങൾ നടത്തുന്നില്ല എന്ന് ഹിന്ദു സമൂഹത്തെ വിശ്വസിപ്പിക്കാനും ഇസ്ലാമിക തീവ്രവാദത്തോട് തങ്ങൾ അയവ് പുലർത്താത്തതും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾ ശക്തമായി പ്രതികരിക്കാത്തതിനും കാരണം ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള വലതുപക്ഷ ചായ്വുള്ള അല്ലെങ്കിൽ RSS ചായ്വുള്ള ആളുകളാണെന്നും വരുത്തി തീർക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദ്ധതിയും മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അവരുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ വ്യക്തിവൈരാഗ്യം തീർക്കലും എല്ലാം കൂടി ചേർന്ന് വന്ന ഒരു സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട്
കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിലേക്കുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ടത്. എഞ്ചിനീയർ റഷീദിനെ പോലെയുള്ള ഒരാൾ കാശ്മീരിലേക്ക് വരുമ്പോൾ വിനേഷ് ഫോഗട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ഹരിയാനയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ബ്രജ്ഭൂഷണെയും കങ്കണയും പരസ്യമായി പരോക്ഷമായി എന്താണെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ജാഡി സെൻസസിനെ സ്വീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിറങ്ങുന്ന ഒരു BJP നമ്മൾ കാണുന്നു. അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാവാം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമാവാം, ഇതൊന്നും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയാത്തതിൻ്റെ ഒരമർഷം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്കുണ്ട് എന്നത് പരസ്യമായ രഹസ്യം. അവിടെയാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും അവയിലെ PV അൻവറിൻ്റെ താല്പര്യങ്ങളും എല്ലാം പരസ്യമായ രഹസ്യമാണ്. അവിടെയാണ് കേരളത്തിൻ്റെ മദനി മുതൽ പാലസ്തീൻ വരെ സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയെ സൃഷ്ടിച്ച വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായി സംഭവിച്ച ഇസ്ലാമിക വിരുദ്ധതയെ എങ്ങനെ മുസ്ലിം ഏകീകരണമാക്കാം എന്നുള്ളൊരു പദ്ധതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കടക്കുന്നു. CPM-ലായി ലീഗിലായി ചിതറിക്കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ ഒരു വഴി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒരു പൊതു ഇടം നഷ്ടപ്പെട്ടു പോയ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെ എങ്ങനെ ഒന്നിപ്പിക്കാമെന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൽ അനിൽ മുഹമ്മദുണ്ട്, അൺലേൺ വിത്ത് അജ്മലുണ്ട്, അൺമാസ്കിംഗ് അനോമാലൈസ് ഉണ്ട്, മീഡിയ വൺ ഉണ്ട്. വലിയ രീതിയിലുള്ളൊരു മുമ്പ് സാക്കിർ നായിക്കൊക്കെ ചെയ്തതുപോലെ നിന്ന് വിഭിന്നമായി കുറേ കൂടി പരിഷ്കൃതമായ കുറേ കൂടി നാഗരികമായ വിദ്യാഭ്യാസത്തിൻ്റെയോ മോട്ടിവേഷൻ്റെയൊക്കെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കടന്നുവരവും അതിലൂടെ സംഭവിക്കുന്ന ഇസ്ലാമിക ഏകീകരണവുമാണ് ഇവിടെ സംഭവിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ്ണക്കടത്തടക്കമുള്ളവ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയെ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് തന്നെ ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. അവിടെയാണ് പോലീസ് സംവിധാനത്തെ പൂർണ്ണമായി നിർവീര്യമാക്കുന്നതിന് ഉള്ളൊരു വലിയ പദ്ധതി ജമാഅത്തെ ഇസ്ലാമി രൂപവൽക്കരിച്ചത്. ഇസ്ലാം ഭീകരതയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ശക്തമായ നടപടികളെല്ലാം RSSൻ്റെ സൃഷ്ടികളാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള ഒരു ശ്രമം. തമിഴ്നാട് കേന്ദ്രീകരിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധം നേരിടുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പുതിയ മുഖമാണ് ഇത് എന്ന് നമ്മൾ അറിയുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധിയിലേക്കും ദേശസുരക്ഷയിലേക്കും ശ്രീനഗറിലും ഹരിയാനയിലും നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കും നമ്മൾ എത്തുന്നത്. അവിടെയാണ് ഈ പദ്ധതി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ രൂപീകരിച്ചതാണോ എന്നുള്ള ആശങ്ക നമ്മളിൽ ഉണ്ടാവും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന തീവണ്ടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം, മണിപ്പൂർ അടക്കമുള്ള ഇടങ്ങളിലെ ഡ്രോൺ ആക്രമണങ്ങൾ, അതിർത്തിയിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ഇതോടൊപ്പം അസ്ഥിരമായ ബംഗ്ലാദേശും കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ വെളിപ്പെടുത്തലുകളുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കലുഷിതമായ ബംഗാൾ കൂടി നമ്മുടെ മുന്നിലെത്തുമ്പോൾ
രാജ്യത്തിന് പുറത്തു നടക്കുന്ന വലിയൊരു പ്രവർത്തനമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കും. അബ്ദുൽ നാസർ മദനിക്കും സമസ്തയ്ക്കുമെല്ലാം പഴയ പോലെ പൊതുയിടങ്ങളിൽ വന്നു കയറി സ്വീകാര്യത സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലൂടെ, ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നത്. അത്തരം ഒരു ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെ പൂർണ്ണമായും കീഴ്മേൽ മറയ്ക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമമുണ്ടാകും. റിപ്പോർട്ടർ TV-യുടെ ഉടമയുടെ, അതിലെ സ്മൃതി പരുത്തിക്കാടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അതേ നിലവാരത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കടന്നു പോവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസയും RSSും പരസ്യമായി സഖ്യത്തിലേർപ്പെടും. ഇത് ലോകമെമ്പാടും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവിലേക്കാണ് രാഹുൽ ഗാന്ധി എത്തേണ്ടത്. ജാതി സമവാക്യം, ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ ജാതി സെൻസസും ഇന്ത്യയുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സമ്പത്തിൻ്റെ പുനർനിർണയത്തിന് അനിവാര്യമാണെന്നുള്ള ധാരണയിലേക്ക് ലോകമെത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലും ലജ്ജിപ്പിക്കുന്നു. വഖഫ് ബോർഡ് അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മൾ കാണുന്നത് ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട പുതിയ തലങ്ങളിലേക്ക് രാജ്യം കടക്കുന്നുണ്ട്. വഖഫ് ബോർഡിനെ എതിർക്കേണ്ടത് വഖഫ് ബോർഡിനെ അംഗീകരിച്ചുകൊണ്ടും ഹിന്ദു സമൂഹത്തിലെ ജാതി വ്യവസ്ഥയും അതിനെ RSS എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതും, ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് എങ്ങനെ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് എങ്ങനെ വലിയ രീതിയിലുള്ള വ്യവസായം നടക്കുന്നു എന്നുള്ളതും, ഗോരക്ഷകർ എന്ന പേരിൽ രാജ്യത്തെ അപമാനിക്കുന്ന രീതി എങ്ങനെ ഒരു പറ്റം ആളുകളെ RSS അഴിച്ചുവിടുന്നു എന്നുള്ളതും തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് RSSനെ പ്രതിരോധിക്കുന്നത്. അതിന് പകരം അന്താരാഷ്ട്ര വിഘടനവാദത്തിൻ്റെ വക്താവായി മാറുകയും ന്യൂനപക്ഷ സംരക്ഷണം എന്ന പേരിൽ എഞ്ചിനീയർ റഷീദിനെ പോലെയുള്ളവരെ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളിൽ നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനം മാറേണ്ടി. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരള പോലീസിനെ അസ്ഥിരപ്പെടുത്താനുള്ള കളങ്കിതരായ പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായും മാറ്റപ്പെടണം, അവരുടെ ശക്തമായ നടപടിയെടുക്കണമെന്നുള്ളത് അംഗീകരിക്കുമ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത വിധം ഒരു സംവിധാനത്തെ ദുർബലമാക്കാനുള്ള ശ്രമത്തെ ആൻഡോ അഗസ്റ്റിൻ്റെ അതേ മാനസികാവസ്ഥ കൊണ്ട് കോൺഗ്രസ് നേരിടുകയാണെങ്കിൽ അതിതീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു ലാബായിട്ട്, പരീക്ഷണശാലയായിട്ട് കേരളം. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പരീക്ഷണശാല കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടത് വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന വർഷങ്ങളെ ആയിരിക്കണം. തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കാനും ബാലിശമായ വിഷയങ്ങളും പൂരവും ആനയും എല്ലാം ഉപയോഗിച്ചിട്ട് ബാലിശമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനവിധിയെ അംഗീകരിക്കാതെ തെരഞ്ഞെടുപ്പ് നയങ്ങൾ രൂപവൽക്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേ നിലവാരത്തിലേക്ക് കോൺഗ്രസ് ചെന്ന് വീഴാൻ കഴിയില്ല. കാരണം നഷ്ടപ്പെടുന്ന ഒന്നുമില്ലാത്ത ഇന്ത്യയിൽ തന്നെ ആകെ ഒരു സംസ്ഥാനത്തിൽ തന്നെ മാത്രമല്ല, ആ സംസ്ഥാനത്ത് തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു ചേരേണ്ടത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ നിലനിർത്തേണ്ടത്. അത്തരം ഒരു ഘട്ടത്തിൽ അവർ ഏറ്റെടുത്ത പദ്ധതിയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതി അവർ ഏറ്റെടുത്തതിനോ കുടപിടിക്കേണ്ട ഒരു നയത്തിലേക്ക് അല്ലെങ്കിൽ കുടപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കടന്നു ചെല്ലുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാകും. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ പോലീസ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമത്തെ ദുർബലപ്പെടുത്തേണ്ടത്. ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നവരെ രാജ്യത്തിൻ്റെ പൊതുശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കേണ്ടത്. ഇസ്ലാമിക് ഭീകരവാദത്തെ പരസ്യമായി തള്ളിപ്പറയേണ്ടത്.
കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ രാഹുൽ ഗാന്ധി തയ്യാറാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ദുർബലമായ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയും. കമല ഹാരിസ് അടക്കമുള്ളവർ, ഇംഗ്ലണ്ടിൽ പുതിയ അധികാരമേറ്റെടുത്ത പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറെ കൂടെ പക്വതയോടെയും കുറെ കൂടി ആർജവത്തോടെയുമാണ് കൈകാര്യം ചെയ്തത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മനുഷ്യാവകാശ പ്രശ്നമായി എടുക്കാനും കുടിയേറ്റമെന്നത് സാമ്പത്തികമായ ഒരു പ്രശ്നമായി എടുക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകമെമ്പാടുമുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രതിപക്ഷ സംവിധാനങ്ങൾ മാറേണ്ടത് അനിവാര്യം. അവിടെയാണ് അന്താരാഷ്ട്ര നയങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ, അന്താരാഷ്ട്ര സംഘടനകളുടെ തീരുമാനങ്ങളിൽ സ്വാതന്ത്ര്യം നേടി കേവലം ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോഴേക്കും സക്രിയമായി, സർഗാത്മകമായി, ആത്മാർത്ഥമായി ഇടപെട്ടിരുന്ന നെഹ്റുവിൽ നിന്ന് രാഹുൽ ഗാന്ധി പഠിക്കേണ്ടത്. നെഹ്റുവിൻ്റെ നയങ്ങളിൽ, വ്യക്തിത്വത്തിൽ പാളിച്ചകളുണ്ടായിരുന്നു, പരിമിതികളുണ്ട്. എങ്കിൽ പോലും അന്താരാഷ്ട്ര നയങ്ങൾ രൂപവൽക്കരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട്, ജനാധിപത്യവാദിയായിട്ട് ജവഹർലാൽ നെഹ്റുവിന് ലോകത്തിന് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞു. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രതിപക്ഷം എന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ ആ ഇടതുപക്ഷം എന്നത് കമ്മ്യൂണിസമായി മാറുകയും സംഘടിതമായ ഒരു പറ്റം ആളുകളെ വോട്ടിനായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറുകയും ചെയ്യുന്നതിനെ നമ്മൾ തിരിച്ചറിയും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം അടക്കമുള്ളവ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറെ കൂടി ഗൗരവത്തോടെ, കുറെ കൂടി ആത്മാർത്ഥതയോടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാനുള്ളൊരു ബാധ്യത രാഹുൽ ഗാന്ധിക്ക്. ജാതി വ്യവസ്ഥ കൊടികുത്തി വാങ്ങുന്ന ഒരു ഘട്ടത്തിൽ ജാതി സമവാക്യങ്ങളെ ഉപയോഗിക്കുകയും ജാതിയിൽ നിന്ന് വലിയ രീതിയിൽ മോചനം നേടിയപ്പോൾ മതത്തെ ഉപയോഗിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പൂർണ്ണമായും പിന്തുടരുന്നതാണ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് നമ്മൾ കാണുന്നത്. ദളിത് രാഷ്ട്രീയം തന്നെ പല രീതിയിൽ മാറുന്നത് നമ്മൾ കാണുന്നത്. അത് ഹൈന്ദവ ഐക്യത്തിന് കീഴിൽ ഒന്നിക്കും നമ്മൾ കാണുന്നു. അത് ക്രീമി ലെയറിൻ്റെ പേരിൽ, ഉപജാതി സംവരണത്തിൻ്റെ പേരിൽ വീണ്ടും വിഘടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പല വോട്ട് ബാങ്കുകളായി ഭാഷയുടെ പേരിലും അണക്കെട്ടിൻ്റെ പേരിലും വെള്ളത്തിൻ്റെ പേരിലുമെല്ലാമുള്ള സമരങ്ങൾ, പ്രതിഷേധങ്ങളും അസ്വാരസ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് പ്രതിപക്ഷം എന്നത് സക്രിയമായ, സർഗാത്മകമായ ഇടപെടലാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി അറപ്പുളവാക്കുന്നൊരു കാഴ്ചയായി മാറുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനോ ഇന്ത്യയിലെ പുരോഗമന കാഴ്ചപ്പാടുകൾക്കോ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അനുമാനത്തിലേക്കാണ് ജനാധിപത്യ സമൂഹം എത്തുന്നത്. എഞ്ചിനീയർ റഷീദും കേരള പോലീസിന് മുന്നിൽ കത്തുന്ന പച്ച വെളിച്ചവുമെല്ലാം സൂചനകളാണ്. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പ്രചാരകനായി, പ്രീണന മാധ്യമ വക്താവായി രാഹുൽ ഗാന്ധി മാറുന്ന നിമിഷം നേരത്തെ പറഞ്ഞ പോലെ കാസയും RSSഉം ഒരുമിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരും. ആ വീട്ടിൽ കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്.